IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. കെ ഇമ്പശേഖറിന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി നിയമനം നൽകി. മിൻഹജ് ആലത്തിന് കയർ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. എസ് പ്രേംകൃഷ്ണന് വാട്ടർ അതോറിറ്റി എം ഡി ആയിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഹാൻസ് ജോൺ ഉണ്ട് വിശദാംശങ്ങളുമായി. ഹാൻസ്, വീണ്ടും അഴിച്ചുപണി നടത്തുകയാണ്. നേരത്തെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പോരാ എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണോ പുതിയ നീക്കം? അതെ ഗൗതം, UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കിയെങ്കിൽ പോലും പലർക്കും അഡീഷണൽ ചാർജുകൾ, അധിക ചുമതലകൾ നൽകിയിരുന്നു. അതിനു പകരം ഇപ്പോൾ മറ്റുള്ളവർക്ക് ഈ അധിക ചുമതലകൾ വീതിച്ചു നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനെ അന്തർ സംസ്ഥാന ജലകൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള മിൻഹജ് ആലമിന് കയർ വകുപ്പിന്റെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിന് ആയുഷ് വകുപ്പിന്റെ അധിക ചുമതല നൽകി. N പ്രശാന്തിന് കായിക യുവജനക്ഷേമ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കെ ഇൻബശേഖറിനെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി നിയമിച്ചത്. എസ് പ്രേംകൃഷ്ണനെ വാട്ടർ അതോറിറ്റി MD ആയും D ധർമ്മലശ്രീയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായും സൂഫിയാൻ അഹമ്മദിനെ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി CEO ആയിട്ടും നിയമിച്ചാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗൗതം, ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നേരത്തെ സർക്കാർ നടത്തിയിട്ടുള്ള ഈ അഴിച്ചുപണിക്ക് ശേഷം അതിൽ ചില അതൃപ്തികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടും അതോടൊപ്പം തന്നെ കയർ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയ്ക്കും വാട്ടർ അതോറിറ്റിയുടെ MD യുമായിട്ടൊക്കെയാണ് പുതിയ നിയമനങ്ങൾ നൽകിയിരിക്കുന്നത്. അത്